അടിപൊളിയായിട്ട് പിസ്സ ഒരു പുതിയാപ്പിളിൻ്റെ ലുക്കിൽ നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ 2-3 ദിവസത്തിന് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു സ്നാക്സ്, നമുക്ക് ഈവനിങ് സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാം, ബ്രെഡും അതുപോലെ തന്നെ മുട്ടയും പാലും ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ രീതിയിലുള്ള പിസ്സ, ബ്രെഡിനെ കൊണ്ടുള്ള പിസ്സ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കാൻ പിന്നെ പോകുന്നത്. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ നമ്മളെ പിന്നെ വീഡിയോ ഉള്ള ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ മറക്കണ്ട. നിങ്ങൾ നോക്കൊന്നും വേണ്ട, നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ EGVLOG എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് തന്നെ കാണും. നിങ്ങൾ നോക്കി നോക്കിയാൽ സബ്സ്ക്രൈബ് ബട്ടൺ കാണും, തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ കാണും. അപ്പോൾ രണ്ടും കൂടി ഞെക്കിരങ്ങ് പൊട്ടിച്ചാടാം, പ്രശ്നം തീർന്നല്ല. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ചങ്ങായിമാരെ, ബ്രെഡ് പിസ്സ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 8 കഷ്ണം സ്മോൾ ബ്രെഡ് ഞാൻ ഈ രീതിയിൽ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 3 മുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയിലേക്ക് ഒരു 2 സ്പൂണ് ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ഗ്ലാസ് പാല്, പച്ചപ്പാലായാലും കുഴപ്പമില്ല, നിങ്ങൾ പിന്നെ ചൂടാക്കി വെച്ച പാലായാലും വിഷയമല്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പിന്നെ ബീറ്റ് ചെയ്യുക നല്ല രീതിയിൽ. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പരുവത്തിലായാൽ ഈ പാത്രത്തിലേക്ക് ബ്രെഡോ അല്ലെങ്കിൽ ബ്രെഡുള്ള പാത്രത്തിലേക്ക് പിന്നെ മുട്ടൻ്റെ ഈ ഇതും കൂടി ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് തന്നെയാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഇത് മുഴുവനായിട്ടും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാ ബ്രെഡിലും ഈ മുട്ടയുടെയും പാലിൻ്റെ അംശം ഇതാകുന്നവരെ നല്ലോണം ഇത് നിങ്ങളിങ്ങനെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ നല്ല രീതിയിൽ ഇത് ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തിട്ട് നല്ലോണം ഉടയാനും പാടില്ല, എന്നാലൊട്ടും ഉടയാതിരിക്കാനും പാടില്ല. ആ ഒരു പരുവത്തിലാക്കി എടുക്കുക. നമുക്ക് ഡയറക്റ്റ് ഗ്യാസിലേക്ക് വെക്കാം. ഞാനിത് തവയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ചെറിയൊരു തവ. അപ്പോൾ പിന്നെ നിങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ എണ്ണപ്പശ വണ്ടിക്കിൽ ബട്ടർ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഗീ ആഡ് ചെയ്യുക. നോർമലി ഓയിലായാലും വലിയ കുഴപ്പമില്ല. അതിൻ്റെ അടുത്ത് ബട്ടർ അവൈലബിൾ അല്ല, അതുപോലെ തന്നെ ഗീ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം പാന് നനയുന്നത് വരെ പിന്നെ കുറച്ചൊരു ഓയിലാക്കുക. കൂടിപ്പോയാൽ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് മാറ്റാൻ പറ്റും. ചൂടായതിൻ്റെ ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് എന്താക്കുക, ഈ പാകം ചെയ്ത് വെച്ച ബ്രെഡ് എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മിക്സ് ചെയ്ത് വെച്ച ബ്രെഡ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആഡ് ചെയ്തതിൻ്റെ ശേഷം അത് നന്നായിട്ടൊന്ന് പിന്നെ ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ടൊന്ന് മുകളിലൊന്ന് നൈസായിട്ടൊന്ന് മിൻസാക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് പിന്നെ ഏകദേശം ഒരു പാകാന്ന് വരെ നമുക്കിത് നല്ലോണം വേവിപ്പിക്കാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പാത്രം കൊണ്ട് അടച്ച് വെക്കുക. ഒരു 4-5 മിനിറ്റ് ആയതിന് ശേഷം ഇതൊന്ന് നമുക്ക് മറിച്ചിടണം. നല്ല ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചട്ട കൊണ്ട് തന്നെ മറിച്ചിട്ടോ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടാണ് മറിച്ചിടുന്നത്. അപ്പോൾ മറിച്ചിട്ട സമയത്ത് നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് പിന്നെ ചെറുതായിട്ടൊന്ന് വേവിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ഒഴിച്ച പോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ പിന്നെ പ്ലേറ്റിൽ വെച്ച സാധനം അതിനകത്തേക്ക് ഒന്നും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അടിഭാഗം കൂടി വേവേണ്ടതുണ്ടല്ലോ. ഓക്കെ, ഇത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പിന്നെ വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പിന്നെ നിങ്ങളുടെ കയ്യിൽ സോസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കെച്ചപ്പ് അതുപോലെ തന്നെ കുറച്ച് പിന്നെ സ്വീറ്റുള്ള സോസും സ്വീറ്റല്ല നോർമലായ കുറച്ച് സോസും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ അടുത്ത് പിന്നെ റെഡ് ചില്ലിൻ്റെ ഇതില്ല, അതുകൊണ്ട് തന്നെ എന്നിട്ട് ഇത് നല്ല എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്യാം. കാരണം എല്ലാ മൂലയിലേക്കും ആവശ്യത്തിന് വെച്ചാൽ മതി. കൂടുതൽ വെച്ചാൽ അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യിക്കുക.
ഇട്ടതിൻ്റെ കൂടെ തന്നെ ഉള്ളി ഈ ഒരു രീതിയിൽ അരിഞ്ഞ് വെച്ച ഉള്ളിയുണ്ട്. നിങ്ങൾക്ക് നോർമലി ഓംലേറ്റിന് അരിയുന്ന പോലെ അരിഞ്ഞ് വെക്കാം, അതുപോലും പിന്നെ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഞാൻ പിന്നെ ഇതുപോലെയാണ് അരിഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാ ഭാഗത്തേക്കും ഈ ഉള്ളിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളി കൂടി എല്ലാ ഭാഗത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളി ആഡ് ചെയ്ത പോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്കോ ചെറിയൊരു ഡിസൈൻ രീതിയിൽ നിങ്ങൾ ഏല് പോലെ മുറിക്കുക. ഇതുപോലെ മുറിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ ഏത് മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഏത് മോഡലാണ് മുറിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു മോഡൽ മുറിച്ചതിൻ്റെ ശേഷം ഫ്ലെയിമൊന്നും നോക്കണം, കൂടുതലാകാൻ പാടില്ല. ഇത്രയും ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചീസും കൂടി ഒന്ന് ഇടുന്നുണ്ട്. ചീസ് ചെറുതായിട്ടൊന്ന് പിന്നെ നമ്മൾ ഈ ക്യാരറ്റെല്ലാം ചേരേണ്ടുന്ന സാധനമല്ലേ, അതിനെ കൊണ്ട് ചേരേണ്ടതാണ്. അപ്പോൾ അതും കൂടി ഞാൻ ചീസൊക്കെ ഒലിച്ചിറങ്ങിയിട്ട് നമ്മൾ ഇതെല്ലാം സെറ്റാവും. സാധനം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലത്തെ മുളക്, അതായത് വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് കൊത്തി വെക്കുക ഒരു 5-6 മിനിറ്റും കൂടി. അപ്പോൾ ഈ ചീസൊക്കെ ഒലിച്ചിൻ്റെ മുകളിലേക്ക് ഇറങ്ങും. അങ്ങനെ നമ്മൾ സാധനങ്ങൾ തുറക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് പിസ്സ ഒരു പുതിയാപ്പിളിൻ്റെ ലുക്കിൽ നിൽക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല പിസ്സൻ്റെ ഒരു സ്മെല്ലും വരുന്നുണ്ട്. നമുക്കിനി ഇത് കഴിച്ചു നോക്കണ്ട എന്താണെന്നുള്ളതിൻ്റെ അവസ്ഥ. അതിന് വീഡിയോ ആക്കിയാൽ മാത്രം പോരല്ലേ, ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും പറയണ്ടേ. എല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യേ വേണ്ടു. നമ്മളെ പിസ്സ സെറ്റായിട്ടുണ്ട്. അപ്പോൾ പിസ്സ കഴിക്കാനും വേണ്ടിയിട്ട് എൻ്റെ ഏട്ടൻ്റെ 2 മക്കളാണെന്നുള്ളത്. അതുപോലെ പിസ്സ കഴിക്കാനുള്ളൊരു സെറ്റപ്പിലാണെന്നുള്ളത്. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുട്ടിയെ കട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മളെ അടിപൊളി പിസ്സ. നമുക്ക് കഴിച്ചു നോക്കല്ലേ? നിങ്ങൾ ഓരോ കഷ്ണം എടുത്ത് നോക്കുക, എന്നാൽ എൻ്റെ അഭിപ്രായം പറ എന്തുണ്ടെന്ന്. നിങ്ങൾ കഴിക്കുക, ഓരോ കഷ്ണം എടുത്ത് നോക്കുക, എന്നാൽ എടുത്തിട്ട് കഴിച്ചു നോക്ക്. എന്തുണ്ടല്ലോ ഞാൻ മുറിച്ചാതെ വെച്ചിന്. ഇനി ഒരു കഷ്ണം എടുക്കുക, എടുത്തു കഷ്ണം എടുത്ത് നോക്ക്. നോക്ക്, നമ്മൾ പിസ്സ തിന്ന സമയത്ത് ശക്തമായ മഴ വന്നു കഴിഞ്ഞു, പുറത്ത് ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. അപ്പോൾ അങ്ങനെ തിന്നുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തിന്നിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചു നോക്കാം എന്താ അഭിപ്രായം എന്നുള്ളത്. നേരത്തെ പിസ്സ കഴിച്ചില്ല, പിസ്സൻ്റെ എന്തുണ്ട് ടേസ്റ്റല്ലോ? എന്തുണ്ട്? അടിപൊളിയാ? സൂപ്പർ, നല്ല രസമുണ്ട്. സാധനം നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം.